ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി 115 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യം, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം ദൈവം പരിഗണനയ്ക്കെടുത്തിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. നമ്മുടെ വിഷയം ദൈവം പരിഗണനയ്ക്കെടുത്തിരിക്കുന്നു. അതെ, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 8 അധ്യായം 1 വാക്യം പറയുന്നത്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും ഓർത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം 150 ദിവസം തുടർച്ചയായി ഭൂമിയിൽ മഴ പെയ്ച്ച ശേഷം ആ മഴ നിർത്തുന്ന കാര്യം ദൈവം പരിഗണനയ്ക്കെടുത്തിരിക്കുന്നു എന്നാണ്. വചനം പറയുന്നു, ഭൂമി മേലൊരു കാറ്റടിച്ച് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 22 വാക്യം പറയുന്നത്, ദൈവം റാഹേലിനെ ഓർത്തു. അതിൻ്റെ അർത്ഥം വർഷങ്ങളായി അവൾക്കൊരു തലമുറയില്ലാതെ സങ്കടപ്പെട്ടിരുന്ന വിഷയം സ്വർഗം പരിഗണനയ്ക്കെടുത്തു എന്നാണ്. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. വാത്സല്യ ദൈവകുഞ്ഞെ, 1 ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 19 വാക്യം നമ്മൾ നോക്കുമ്പോൾ, യഹോവ ഹന്നയെ ഓർത്തു എന്ന് പറഞ്ഞാൽ ഏറെക്കാലമായി അവൾ സഹിച്ച നിന്ദയ്ക്കൊരു പരിഹാരം വരുത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം എല്ലാവരെയും ഓർക്കുന്നുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ചിലരെ പ്രത്യേകമായി ഓർത്തു എന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം, അവർ ഏറെ നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്, അവരേറെ നാളായി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്, അവരേറെ നാളായി നിന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവരുടെ സങ്കടങ്ങളെ കണ്ട്, അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ ഞെരുക്കം കണ്ട് തമ്പുരാൻ ഒരു തീരുമാനമെടുക്കുവാനുള്ള സമയമായി എന്ന്, ആ തീരുമാനം അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള തീരുമാനമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവം നമ്മുടെ വിഷയത്തെ കണ്ടിരിക്കുകയാണ്. നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി അയക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏറെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്ദയ്ക്കൊരു അറുതി വരുത്തുവാൻ, ആ വിഷയത്തിൻ്റെ മേലൊന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനോട് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കുന്നു. അതെ, ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു. നമ്മുടെ വിഷയത്തെ ദൈവം പരിഗണനയ്ക്കെടുത്തിരിക്കുകയാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവജനത്തെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ വിഷയത്തെ ദൈവം പരിഗണനയ്ക്കെടുത്തിരിക്കുകയാണ്. നിന്റെ വിഷയത്തിനൊരു മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാളുകളായി നീ ഭാരപ്പെടുന്ന നിന്റെ വിഷയത്തെ, നിന്റെ ഹൃദയത്തിൽ അനേകം നാളുകളായി നീ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടി തള്ളി നീക്കുന്ന ദിനരാത്രങ്ങളെ ദൈവം കണ്ടിട്ട് അതിന് മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അതെ, ദൈവിക അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുവാനായി, ദൈവിക വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായി ദൈവം നമ്മുടെ വിഷയത്തെ ഓർത്തിരിക്കും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് നിങ്ങൾ കലങ്ങണ്ട, നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഭയചകിതരാകണ്ട. ദൈവം നമ്മുടെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് എത്ര പേര് ആത്മാർത്ഥതയോടുകൂടി സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? ദൈവകരങ്ങളിലേക്ക് എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? കർത്താവേ, നീ ഒന്ന് ഓർത്താൽ, നീ ഒന്ന് ഏറ്റെടുത്താൽ ഈ വിഷയത്തിനൊരു മറുപടി ഉണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവരുടെ വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് അവനത് നിവർത്തിക്കുവാൻ ഇടയായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മുടെ വിഷയങ്ങളെ
ഏറ്റെടുത്തിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്തിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വേദനകളെ ദൈവം ഏറ്റെടുത്തിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആയതിനാൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അവിടുന്ന് അനുഗ്രഹിക്കുകയും നമ്മളെ ഓർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you.